അണ്ണനെ ഒന്ന് കാണുകയും മുടി 7 വർഷമായി ഞാൻ വളർത്തുന്ന താടിയും എനിക്ക് അണ്ണന്റെ ഉള്ളിൽ നിന്ന് അഭിനയിക്കുന്നു. ഇപ്പൊ ഞാൻ വലിയ വലിയ പടങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അണ്ണനെ ഒന്ന് കാണണമെന്ന് വളരെ ആഗ്രഹമാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട വ്യക്തിയുടെ പേര് ഉണ്ണിക്കണ്ണൻ. പുള്ളി ഒരു തീവ്ര വിജയ് ഫാനാണ്. വിജയ് കാണാൻ വേണ്ടിയിട്ടാണ് പുള്ളി നടക്കുന്നത്. എല്ലാ നടിമാർക്കും നടന്മാർക്കും അവരെ ആരാധിക്കുന്ന ഫാൻസ് ഉണ്ട്. അന്ധമായ താരാരാധന. അതിപ്പോ ഏത് സെലിബ്രിറ്റിയെ തന്നെ ആയിക്കോട്ടെ, സിനിമാ ഫീൽഡ് മാത്രമല്ല മറ്റേതൊരു ഫീൽഡിലെ ഏതൊരു പബ്ലിക് ഫിഗറിനെയും ആയിക്കോട്ടെ, അവരെ അമിതമായിട്ട് ആരാധിക്കുക. അന്ധമായ താരാരാധന, സെലിബ്രിറ്റി ഒബ്സഷൻ ഡിസോർഡർ. ഇതൊരു ഒബ്സസീവ് അഡിക്റ്റീവ് ടൈപ്പ് ഡിസോർഡർ ആണ്. തീവ്രമായി ഒരു താരത്തെ ആരാധിക്കുക, തീവ്രമായി ഒരു താരത്തെ ഇഷ്ടപ്പെടുക, ആ സെലിബ്രിറ്റിയെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഫോളോ ചെയ്യുക, താരത്തിന്റെ ഹെയർ സ്റ്റൈൽ, വാക്കിംഗ് സ്റ്റൈൽ, ഡ്രസ്സിംഗ് സ്റ്റൈൽ, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഉൾപ്പെടെയുള്ളവ കോപ്പി ചെയ്യാൻ ശ്രമിക്കുക, ഫാൻ ഫൈറ്റ് നടത്തുക, ഒരു എളുപ്പവുമില്ലാതെ ഫാൻ ഫൈറ്റിന്റെ പേരിൽ തെറി വിളിക്കുക, ഇഷ്ടതാരത്തിന്റെ എതിരെ നിൽക്കുന്ന താരത്തിനെ തെറി പറയുക, ആ താരത്തിന്റെ വീട്ടുകാരെ തെറി പറയുക, ഫാൻ ഫൈറ്റിൽ അടി ഉണ്ടാക്കുക, ചില സാഹചര്യങ്ങളിൽ ഫാൻ ഫൈറ്റിൽ കൊലപാതകം വരെ ചെയ്യാൻ മുതിരുക, താരത്തിന് വേണ്ടി ക്രൈം ചെയ്യുക, സെലിബ്രിറ്റിയെ കല്യാണം കഴിക്കണമെന്നുള്ള ചിന്ത, ഇവയെല്ലാമാണ് സെലിബ്രിറ്റി വർഷിപ്പ് സിൻഡ്രത്തിന്റെ പ്രധാന സിംറ്റംസ് എന്നുള്ളത്. ഇത്തരക്കാർക്ക് സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ എന്നിവ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. താരങ്ങളുടെ കഴിവിനെ പ്രശംസിക്കുക, അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. പക്ഷേ ഇവറ്റകളെല്ലാം അടിസ്ഥാനപരമായി മനുഷ്യർ മാത്രമാണ്. സെലിബ്രിറ്റി വർഷിപ്പ് സിൻഡ്രം ഉള്ളവർ ചികിത്സ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഉണ്ണിക്കണ്ണന് സെലിബ്രിറ്റി വർഷിപ്പ് സിൻഡ്രം ആണ് എന്നുള്ളതല്ല. ഏതായാലും പുള്ളിയുടെ ആഗ്രഹം പോലെ തന്നെ പുള്ളിക്ക് വിജയെ കാണാൻ സാധിക്കട്ടെ.